Welcome back, my dear students. Myself, Lakshmi R. Nair, working as Associate Professor, Department of Triple NIT Adoor. Today we are going to discuss about, this comes in module 1 of Digital Electronics and Logic Design for SO students under K2. We are going to discuss about this topic, 1's complement method. In the previous session, we have already seen different methods to represent a negative number. So here we are familiarizing 1's complement method to represent a negative number and as well as positive number, and we will find the range of 1's complement numbers. So in the previous session we have seen signed number representation in detail. Here we are going to see 1's complement number representation in detail. So 1's complement number. 1's complement number എന്ന് പറഞ്ഞാൽ it's another simple way to encode negative numbers. നമ്മൾ already പറഞ്ഞു, ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺസൈൻഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അൺസൈൻഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ പോസിറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് റെപ്രസെൻറ്റേഷനിൽ ഒരു സൈൻ ബിറ്റ് കാണും, റിമൈനിങ് ബിറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അപ്പം അങ്ങനെ സൈനിനെ മാഗ്നിറ്റ്യൂഡിനെ സെപ്പറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1's complement മെത്തേഡാണ്. 1's complement മെത്തേഡിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് represent ചെയ്യുന്നതിലുപരി ഒരു separate procedure define ചെയ്യാണ് ചെയ്യുന്നത്. In this approach, the negative number is obtained by taking the positive equivalent and flipping all the ones to zeros and zeros to 1. അപ്പോൾ നമ്മൾ 1's complement മെത്തേഡിൽ നമ്പറിൻ്റെ പോസിറ്റീവ് റെപ്രസെൻറ്റേഷൻ എടുക്കും, ഒരു നമ്പറിൻ്റെ പോസിറ്റീവ് ബൈനറി റെപ്രസെൻറ്റേഷൻ എടുക്കും. അതിലെ വൺസിനെ എല്ലാം സീറോ ആക്കി മാറ്റും, സീറോസിനെ എല്ലാം വൺസ് ആക്കി മാറ്റും. അതിനെയാണ് പറയുന്നത് ഫ്ലിപ്പിംഗ് അഥവാ കോംപ്ലിമെന്റിങ്. അപ്പം എല്ലാ ബിറ്റിനെയും നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യും. കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും 1's complement റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആ നമ്പറിലെ വൺസിനെ എല്ലാം സീറോസ് ആക്കി മാറ്റും, സീറോസിനെ എല്ലാം വൺസ് ആക്കി മാറ്റും. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് 1's complement റെപ്രസെൻറ്റേഷൻ. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്തേ ഉള്ളൂ. സോ ഇവിടെയും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് ദ നമ്പർ സ്റ്റിൽ ദ സൈൻ ബിറ്റ്. അപ്പം നമുക്കൊരു 4 ബിറ്റ് നമ്പർ ആണെങ്കിൽ 4th ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൈൻ ബിറ്റിനെ തന്നെ ആയിരിക്കും. 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും, 1 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. റിമൈനിങ് ബിറ്റ്സ് ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ 1's complement റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. The rest of the bits represent the value of the number, but in this encoding scheme, the negative number value are less intuitive. As an example, let's look a decimal value that a 4-bit 1's complement number can represent. So, നമ്മൾ നേരത്തെ ഇതുപോലെ 4-bit സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ കണ്ടിരുന്നു. അതിലെ 4th ബിറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ ബിറ്റ് ആയിരിക്കും, റിമൈനിങ് ബിറ്റ്സ് ആയിരുന്നു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പം ആദ്യമേ നമുക്ക് +7 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലസ് ആയതുകൊണ്ട് സൈൻ ബിറ്റ് 0 ആയിരിക്കും, പോസിറ്റീവ് 7 ആയതുകൊണ്ട് സൈൻ ബിറ്റ് 0 ആയിരിക്കും. 7ൻ്റെ റെപ്രസെൻറ്റേഷൻ 1 1 1. ഇനി -7നെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? -7 -7 നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് സൈൻ ബിറ്റ് എന്തായി മാറും? 1 ആയി മാറും. മാഗ്നിറ്റ്യൂഡ് 1 1 1 എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കണം, 1 അല്ലെങ്കിൽ ഫ്ലിപ്പിംഗ് ചെയ്യണം. അപ്പം 1 എല്ലാം 0 ആവും, സീറോസ് എല്ലാം 1 ആവും. ഇവിടെ 3 1 ആണുള്ളത്. ആ 3 1 എന്തായി മാറും? സീറോസ് ആയിട്ട് മാറും. 0 0 0. അപ്പം -7ൻ്റെ റെപ്രസെൻറ്റേഷൻ 1 0 0 0. ഇനി പോസിറ്റീവ് 6നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് സൈൻ ആയതുകൊണ്ട് സൈൻ ബിറ്റ് 0 ആയിരിക്കും. 6ൻ്റെ റെപ്രസെൻറ്റേഷൻ 1 1 0. -6 ആകുമ്പോഴത്തേക്ക് ഈ സൈൻ ബിറ്റ് 1 ആയി മാറും. 1 1 0 എന്നുള്ളത് എന്തായി മാറും? 0 0 1 എന്നാവും. അപ്പോൾ -6 1 0 0 1. ഇനി +5 അല്ലെങ്കിൽ പോസിറ്റീവ് 5നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് സൈനിന് പകരം 0, 5ന് പകരം 1 0 1. -5നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇവിടെ 0യ്ക്ക് പകരം 1 വരും, 1ന് പകരം 0 വരും, 0യ്ക്ക് പകരം 1 വരും, 1ന് പകരം 0 വരും. അപ്പോൾ 1 0 1 0.
1010. ഇങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 4 ബിറ്റ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനിൽ എപ്പോഴും നമുക്ക് 4th ബിറ്റ് സൈൻ ബിറ്റ് ആയിട്ട് തന്നെ കിട്ടും. റിമൈനിങ് ബിറ്റ്സ് ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ വരുന്നത്. സോ ഇവിടെയും നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കോഡ്സ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് 0 എന്നുള്ള നമ്പറിന് നമുക്ക് 2 റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. 0000യും അതുപോലെ 1111ഉം. ഈ ഒരു ഡ്രോബാക്ക് കാരണം നമുക്ക് അതായത് ഒരേ നമ്പറിന് 2 റെപ്രസെൻറ്റേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഫോർമേഷൻ ആണ് വരുന്നത് ബൈ 2. അതുപോലെ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിന് അഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ പറഞ്ഞു, ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് അവിടെ റോങ് റിസൾട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ -5ന്റെ വൺസ് കോംപ്ലിമെന്റും 1ന്റെ വൺസ് കോംപ്ലിമെന്റും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് -4 തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് നമുക്ക് സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡിനെ വെച്ച് നോക്കിയാൽ ഇതിൽ കോംപ്ലിക്കേഷൻ അല്പം കുറവാണ്. പക്ഷെ നമുക്ക് 0യുടെ 2 റെപ്രസെൻറ്റേഷൻ വരുന്ന ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഇവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒരു റെപ്രസെൻറ്റേഷൻ എടുത്താൽ എത്ര ബിറ്റിൻ്റെ n ബിറ്റ് റെപ്രസെൻറ്റേഷൻ എടുത്താൽ അതിൻ്റെ റോൾ ഓവർ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണ്. 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ബിറ്റും ബാക്കി 3 മാഗ്നിറ്റ്യൂഡും. ഇപ്പോൾ 7 പോസിറ്റീവ് 7ന്റെ റെപ്രസെൻറ്റേഷൻ സൈൻ ബിറ്റ് 0 ആയിരിക്കും. 7ന്റെ 111. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ എത്ര വരും? 1000. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സൈൻ ബിറ്റ് 1 ആയതുകൊണ്ട് മൈനസ് ആണെങ്കിൽ ഇത് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഒറിജിനൽ നമ്പറിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കണം. 000 എന്നുള്ളതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 111, അതായത് 7. അപ്പം 100 ആ ടേബിളിൽ നോക്കിയാലും അറിയാം 1000 എന്ന് പറഞ്ഞാൽ അത് -7 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറിന്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പം നമ്മൾ റെപ്രസെൻറ്റേഷനിൽ ലാസ്റ്റിൽ വരുന്ന +7ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമ്മൾ ഫസ്റ്റിൽ വരുന്ന -7ലേക്ക് പോകും. അതാണ് ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. റേഞ്ച് ഓഫ് വൺസ് കോംപ്ലിമെന്റ് നമ്പേഴ്സ്. വൺസ് കോംപ്ലിമെന്റ് നമ്പേഴ്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -2n - 1 -1 to +2n - 1 -1. So we will say an example. That is, we are going to find the range of n is equal to 24 bit. So n is equal to 24 എന്ന് substitute ചെയ്യാം. -2^24 - 1 -1 to +2^24 - 1 -1. So the answer is -83886072 +83886072. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പറിന്റെ റേഞ്ച് ആണ്. ഫൈൻഡിങ് ദ ഡെസിമൽ വാല്യൂ ഓഫ് എ വൺസ് കോംപ്ലിമെന്റ് നമ്പർ. അപ്പം ഒരു വൺസ് കോംപ്ലിമെന്റ് നമ്പറിന്റെ ഡെസിമൽ വാല്യൂവിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ആ റെപ്രസെൻറ്റേഷൻ നമ്പറിന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ തന്നെയായിരിക്കും. അതായത് സൈൻ ബിറ്റ് 0 ആണെങ്കിൽ നമ്പർ നമുക്ക് ബൈനറി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. സൈൻ ബിറ്റ് 1 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്താലേ, അതായത് വീണ്ടും അതിനെ ഫ്ലിപ്പ് ചെയ്താലേ നമുക്ക് ഒറിജിനൽ മാഗ്നിറ്റ്യൂഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ സൈൻ ബിറ്റ് ആദ്യം ചെക്ക് ചെയ്യാം. സൈൻ ബിറ്റ് 0 ആണെങ്കിൽ അത് ബൈനറി റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. പോസിറ്റീവ് നമ്പേഴ്സിന് നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. സൈൻ ബിറ്റ് 1 ആണെങ്കിൽ അത് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഒറിജിനൽ നമ്പറിനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന റെപ്രസെൻറ്റേഷന്റെ വൺസ് കോംപ്ലിമെന്റ് വീണ്ടും എടുക്കണം. വൺസിനെ എല്ലാം 0 ആക്കണം, സീറോസിനെ എല്ലാം 1s ആക്കണം. അങ്ങനെ കൺവേർട്ട് ചെയ്താലേ നമുക്ക് ഒറിജിനൽ നമ്പറിനെ കിട്ടത്തുള്ളൂ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
What is the decimal value of 5-bit 1's complement code 11010? ഇവിടെ സൈൻ ബിറ്റ് 1 ആണ്, അതായത് നെഗറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആയിരിക്കും. അപ്പോൾ സൈൻ നമുക്ക് കിട്ടി മൈനസ്. ഇനി ഇതിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കണം. 1's കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ 1's എല്ലാം 0 ആവും, 0's എല്ലാം 1 ആവും. അപ്പോൾ ഈ 1 എന്നുള്ളത് 0, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1. അപ്പോൾ എന്താവും? ഇങ്ങനെയാവും റെപ്രസെന്റേഷൻ. ഇതാണ് ആക്ച്വൽ നമ്പർ. ഇനി ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. 101 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് ആൻസർ ഈസ് -5 in decimal. So in this session you have seen in detail about 1's complement number, its representation, its range, its conversion, etc. So as an assignment, giving a question, find the range of 1's complement numbers that a 64-bit 1's complement number can represent. For your queries, please contact me. My mail ID is lakshmi@gmail.com. For further reference, please go through Fundamentals of Digital Electronics by A. Anand Kumar. Hope you all understood the topic. Thank you for listening. See you in next session. Thank you.